ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കുക്കിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്നോബോൾ കുക്കീസാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുക്കിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി കുക്കീസ് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോഫ്റ്റൻ ചെയ്ത 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ, 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ, 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ബട്ടർ 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ മിക്സ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലാക്കണം. സൈഡിലുള്ളതൊക്കെ അങ്ങോട്ട് ഒന്ന് തൂത്തെടുത്ത് കൊടുക്കാം. വീണ്ടും ഒന്നോടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മിക്സ് ഒരു തിക്ക് പരുവത്തിലായി വരും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ബദാം പൊടിച്ചെടുത്തതാണ്. ബദാമിൻ്റെ പുറത്തത്തെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മിക്സിക്കകത്ത് പൊടിച്ചെടുത്തേക്കുന്നതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പൗഡർ നമ്മുടെ കുക്കിക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ടേസ്റ്റ് തരും. അവസാനമായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ആണ്. അതിനായി ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പോൾ വെളുത്ത ഭാഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഈ സെസ്റ്റ് ഡോയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കീസിന് ആവശ്യമായിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ മിക്സ് ഈക്വലായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായി ഉരുട്ടി ട്രേയിലേക്ക് മാറ്റാം. ഏകദേശം 20ഓളം കുക്കീസ് ഉണ്ടാക്കാനുള്ള ഡോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കുക്കീസ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിൽ വേണം വെക്കാനായിട്ട്. നമ്മുടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഓവൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 13 മുതൽ 15 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. നമ്മുടെ കുക്കിയുടെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ 14 മിനിറ്റ് സമയമെടുത്തു ബേക്കായി കിട്ടാനായിട്ട്. നമുക്കിനി ചൂടോടെ തന്നെ നമ്മുടെ കുക്കി പൗഡർ ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാം.
ഇനി നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വീണ്ടും ഒന്നോടെ നമുക്ക് പൗഡർ ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നോബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്